ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ജനുവരി 25 നടന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ച വളരെ പ്രസക്തമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 3 കെമിസ്ട്രി ചോദ്യങ്ങളെ കുറിച്ചാണ്. ഈ ചോദ്യങ്ങൾ വെറുതെ ഉത്തരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ളതല്ല, മറിച്ച് ഈ ചോദ്യത്തിലൂടെ കെമിസ്ട്രിയിലെ ചില അടിസ്ഥാന തത്വങ്ങൾ വളരെ ലളിതമായി പഠിപ്പിച്ചെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പഠിച്ചെടുക്കാൻ നിങ്ങളും ശ്രമിക്കുക. ഈ ക്ലാസ്സിൽ കയറുന്നതിന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കെമിസ്ട്രിയിൽ വരുന്ന പ്രിലിംസിന് തെറ്റാതെ എഴുതാൻ പറ്റും. ഈ ക്ലാസ് ആദ്യമായി കാണാൻ വന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള എന്റെ ക്ലാസ്സുകളും ഷോർട്സിലൂടെ ഞാൻ പഠിപ്പിക്കുന്ന ട്രിക്കുകളും പഠിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടന് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തുക. വരുന്ന ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ചോദ്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഉത്തരം എഴുതാൻ പറയും. ആ സമയത്ത് നിങ്ങളുടെ ഉത്തരം എന്താണോ അത് അപ്പോൾ തന്നെ കമന്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. രേഖപ്പെടുത്തുമ്പോൾ ചോദ്യം നമ്പരും നിങ്ങൾ തിരഞ്ഞെടുത്ത ഓപ്ഷനും അടക്കമാണ് അവിടെ കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ക്ലാസ് മുഴുവൻ കണ്ട ശേഷം നിങ്ങളുടെ കമന്റ് ഞാൻ പതിവായി പറയുന്നത് പോലെ തന്നെ മുൻ വീഡിയോകൾ നോക്കിയാലും അതിലും പറയുന്നുണ്ട്. നിങ്ങളുടെ കമന്റ് ഗുഡ് ആയാലും ബാഡ് ആയാലും പബ്ലിക് ആയിട്ട് തന്നെ പറയണം. അതിനുള്ള പ്ലാറ്റ്ഫോമാണ് ഇതിലെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിവ് മാക്സിമം തരണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് 2025 ജനുവരി 25 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ 78ാമത്തെ ചോദ്യമാണ്. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അന്ന് വന്നത്. ചോദ്യം: ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. അതാണ് പ്രസ്താവന 1. പ്രസ്താവന 2: ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ: തന്നിരിക്കുന്നവയിൽ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി: തന്നിരിക്കുന്നവയിൽ 3 മാത്രമാണ് ശരി. ഓപ്ഷൻ സി: തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ ഡി: തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം എന്നിവ മാത്രമാണ് തെറ്റ്. നമുക്കൊരു കാര്യം ചെയ്യാം, വിശദീകരിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രസ്താവന 1: ഹൈഡ്രജൻ ഒരു നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ്. ഇത് ശരിയാണ്. പ്രസ്താവന 2: ഹൈഡ്രജൻ ജലത്തിൽ വളരെ കുറച്ചു മാത്രമേ ലയിക്കുള്ളൂ. ഇൻസോലുബിൾ ഇൻ വാട്ടർ. അതിനാൽ ഇത് തെറ്റാണ്. പ്രസ്താവന 3: ഹൈഡ്രജൻ പ്രകൃതിയിൽ H2 എന്ന ഡയറ്റോമിക് അഥവാ ദ്വിഅറ്റോമിക രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇത് ശരിയാണ്. അതുകൊണ്ട് 2ആണ് തെറ്റ് എന്നത് ശരിയായ പ്രസ്താവനയാണ്. തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ് എന്ന ഓപ്ഷനാണ് അവിടെ ശരിയായി തിരഞ്ഞെടുക്കേണ്ടത്. പറയുന്നത് മനസ്സിലാവുന്നല്ലോ? ഓക്കെ, ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുക. എക്സ്ട്രാ പോയിന്റുകൾ ഞാൻ പറയാൻ പോവുകയാണ് മക്കളെ. ഇത് നിങ്ങൾ വളരെയധികം നന്നായിട്ട് എഴുതിയെടുക്കണം. ചോദ്യം ഇതുപോലെ ആവർത്തിക്കില്ല എങ്കിലും ഈ കണ്ടന്റ് ഇതുപോലെ തന്നെ ആവർത്തിക്കും. അതിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എക്സ്ട്രാ പോയിന്റുകൾ പറയുന്നതും എഴുതിയെടുക്കണമെന്ന് പറയുന്നത്. എഴുതിയെടുത്താൽ മാത്രം പോരാ, നന്നായി പഠിക്കണം. അപ്പോ എക്സ്ട്രാ പോയിന്റ്സ് എഴുതിക്കോളൂ. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. ഇതിനെ ഭാവിയിലെ ഇന്ധനം, ഫ്യുവൽ ഓഫ് ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. 3 പോയിന്റ് മനസ്സിലായോ? ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം. ഇങ്ങനെ വേണമെങ്കിലും ഡയറക്റ്റ് MCQ വരാം. അല്ലെങ്കിൽ ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചാലും നമുക്ക് ഹൈഡ്രജനെ സൂചിപ്പിക്കാം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. മൂലകമാണ് ഹൈഡ്രജൻ. നൈട്രജന്റെ സവിശേഷതയുമായി സാമ്യത വരുന്നുണ്ട്. നൈട്രജൻ എന്തോന്നാണ്? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ നൈട്രജനും, മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനുമാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നു, മാറിപ്പോകരുത്. ഇനി ചോദ്യം നമ്പർ 79: ഐസോടോപ്പുകൾ. എന്താണ് ഐസോടോപ്പ് എന്നറിയാമോ? ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ചോദ്യങ്ങളും ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിക്കാം. അതിനുശേഷം വിശദീകരണത്തിലൂടെ ഐസോടോപ്പിനെ കുറിച്ചും ശരിയായ ഉത്തരം ഏതാണെന്നെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ചോദ്യം: തന്നിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആ തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ: ഓരോ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരുമുള്ള, ഓരോ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പറുകളുമുള്ള ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി: വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ.
ഒരേ അറ്റോമിക് നമ്പരും ഒരേ മാസ് നമ്പരുമുള്ള വ്യത്യസ്ത മൂലകത്തിന്റെ ഒരേ അറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഓപ്ഷൻ ഡി, വ്യത്യസ്ത മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. നമുക്ക് ഈ 4 ഓപ്ഷൻസ് വായിച്ചപ്പോൾ തന്നെ ആകെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അല്ലേ? നമുക്ക് ഒരിക്കൽ കൂടെ ആ ഓപ്ഷൻസ് വായിച്ചാലോ? ഓപ്ഷൻ എ, ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരുമുള്ള ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത അറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഓപ്ഷൻ സി, ഒരേ അറ്റോമിക് നമ്പരും ഒരേ മാസ് നമ്പരുമുള്ള വ്യത്യസ്ത മൂലകത്തിന്റെ ഒരേ അറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഓപ്ഷൻ ഡി, വ്യത്യസ്ത മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരുമുള്ള ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. വിശദീകരണം ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. ഐസോടോപ്പുകൾ എന്നാൽ ഒരേ പ്രോട്ടോൺ എണ്ണം, അതായത് ഒരേ അറ്റോമിക് നമ്പർ ഉണ്ടായിരിക്കുകയും എന്നാൽ വ്യത്യസ്ത ന്യൂട്രോൺ എണ്ണം കാരണം വ്യത്യസ്ത മാസ് നമ്പർ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളെയാണ് എന്തു പറയുന്നത്? ഐസോടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഐസോടോപ്പ് എന്നാൽ എന്താണ് എന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. എങ്കിലേ ഐസോടോപ്പ് എന്നൊരു വേർഡ് വരുന്ന ഏതൊരു ചോദ്യവും ബേസ് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ ഉദ്യോഗാർത്ഥികളായ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അപ്പൊ ഒരിക്കൽ കൂടെ ഞാൻ വിശദീകരണം പറയാണ്. ഐസോടോപ്പുകൾ എന്നാൽ ഒരേ പ്രോട്ടോൺ എണ്ണം, അതായത് പ്രോട്ടോൺ എണ്ണം സെയിം ആയിരിക്കും, എന്നാൽ ന്യൂട്രോൺ എണ്ണം വ്യത്യസ്തവുമായിരിക്കും. അപ്പോൾ ന്യൂട്രോണിന്റെ എണ്ണം വ്യത്യസ്തം ആകുന്നത് കാരണം എന്ത് സംഭവിക്കും? മാസ് നമ്പരും വ്യത്യസ്തമായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അറ്റോമിക് നമ്പര് സെയിമും മാസ് നമ്പര് ഡിഫറൻറ്റും വരുന്ന ഒരേ മൂലകത്തിന്റെ അറ്റങ്ങളെയാണ് എന്ത് പറയുന്നത്? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം, ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അപ്പോൾ ഒരു എക്സ്ട്രാ പോയിന്റ് കിട്ടി. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഏത് മൂലകത്തിന്റെ ഐസോടോപ്പാണ്? ഹൈഡ്രജന്റെ. ഇനി ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതെന്ന് ചോദിച്ചാലും ഇത് മൂന്നും പഠിക്കുക. അടുത്തത് ഓപ്ഷൻ ബി നോക്കുകയാണ്. വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത അറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ബി ഓപ്ഷൻ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി എന്തോന്നാണ്? ഉത്തരം ബി ആണ്. കാരണം എന്താണ്? ഐസോടോപ്പിന്റെ റൂൾ അനുസരിച്ചിട്ട് വ്യത്യസ്ത മാസ് നമ്പരും ഒരു അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു. കറക്റ്റ് ആയിട്ട് വന്നു. ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത അറ്റമാണ്, മൂലകം ഒന്ന് തന്നെയാണ്. അപ്പം ഒരേ മൂലകത്തിന്റെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ളത്. ഹൈഡ്രജന് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന പോലെ. ഉദാഹരണവും ആ ശരിയായിട്ടുള്ള കാരണവും എങ്ങനെ 4 ഓപ്ഷനിൽ ശരിയായ ഓപ്ഷനെ കണ്ടെത്തി എന്ന് പറഞ്ഞത് മനസ്സിലായോ? എങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഒരിക്കലും നിങ്ങൾ കേട്ട് നോക്കുക. ഉറപ്പായും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുന്നത്, ഒരേ അറ്റോമിക് നമ്പർ ഉള്ളത് കൊണ്ട് ഐസോടോപ്പുകളുടെ രാസഗുണങ്ങൾ സമാനമായിരിക്കും. അതായത് അറ്റോമിക് നമ്പർ സെയിം ആവുമ്പോൾ ഐസോടോപ്പിന്റെ രാസഗുണം എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അഥവാ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും അല്ലെങ്കിൽ സിമിലർ ആയിരിക്കും. ഇത് മറന്നു പോരുത്. ഇതും വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യത ഏറിയത് കൊണ്ടാണ് ഇന്ന് ഈ ക്ലാസ്സിൽ ഞാനത് ഉൾപ്പെടുത്തി പറഞ്ഞു തരുന്നത്. വ്യത്യസ്ത മാസ് നമ്പർ ഉള്ളത് കൊണ്ട് ഇവയുടെ ഭൗതിക ഗുണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറൻസ് ആയിരിക്കും. കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിമും ആയിരിക്കും. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിമും ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിഫറൻസ് വന്നാലും അതെന്തോന്നാണ്? ഐസോടോപ്പുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ എക്കണോമിക്സിന്റെ ക്ലാസ്സിൽ ലാലേട്ടന്റെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ആ ട്രിക്ക് ഉപയോഗിക്കുക. നിങ്ങൾക്ക് കണക്ടിവിറ്റി നഷ്ടപ്പെടുന്നു, അതായത് തമ്മിലുള്ള എന്താണ് ഓരോ ടേമും തമ്മിലുള്ള കണക്ഷൻസ് മനസ്സിലാകുന്നില്ലെങ്കിൽ ബോക്സിൽ എഴുതി വെക്കുക, ആരോ മാർക്ക് കൊടുക്കുക. ആരോ മാർക്ക് പിറകോട്ടാണോ മോളോട്ടാണോ താഴോട്ടോ എന്നുള്ളത് നമ്മളെ പഠിക്കുന്ന വരിയുടെ ഡയറക്ഷൻ അനുസരിച്ച് കൊടുക്കുക. അങ്ങനെയുള്ള ചിത്രങ്ങൾ വെച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കണ്ടന്റ് കിട്ടിയാൽ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തൃശ്ശൂർ പൂരത്തിന് കഥന പൊട്ടിക്കുന്നത് പോലെ ഓരോ മെമ്മറിയും തെറ്റാതെ കണക്ട് ചെയ്ത് ഓർത്തെടുക്കാൻ കഴിയും. അത് സമ്മാനിക്കുന്നത് എക്സാം ഹാളിൽ പരിപൂർണ്ണ വിജയമായിരിക്കും. ഇത് പറഞ്ഞപ്പോൾ പോയിന്റ് ഓർമ്മ വന്നു. ഓർത്ത് വെക്കണം, നല്ലതാണ്. കാർബൺ 14 എന്ന് പറയുന്ന ഐസോടോപ്പാണ് പുരാവസ്തുക്കളുടെ പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതൊരു ചോദ്യം മുമ്പ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഖാദി ബോർഡിന്റെ LD എക്സാമിന് ഞാൻ എഴുതിയപ്പോൾ വരെ ചോദിച്ച ചോദ്യമാണ്. കാർബൺ 14 ഐസോടോപ്പ് പുരാവസ്തുക്കളുടെ പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പോയിന്റ്. അതുകൊണ്ട് ഓർത്ത് വെച്ച് പഠിക്കുക. ഇനി നമുക്ക് 80ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അറ്റോമിക് സംഖ്യ 8 ആയ മൂലകമാണ് ഡാഷ്.
അറ്റോമിക് സംഖ്യ 8 ആയ മൂലകം ഏത് അല്ലെ മൂലകമാണെന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്താൽ നമ്മൾ ഓപ്ഷൻസ് വായിക്കും. അപ്പോൾ ഓപ്ഷൻ എ ഇവിടെ എച്ച് ആണ്, അഥവാ ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ ബി സി ആണ്, അഥവാ കാർബൺ ആണ്. ഓപ്ഷൻ സി എൻ ആണ്, എന്ന് വെച്ചാൽ നൈട്രജൻ ആണ്. ഓപ്ഷൻ ഡി ഓ അഥവാ ഓക്സിജൻ. ഇതിൽ ഏതായിരിക്കും ശരിയായ ഉത്തരം? ഇനി നമുക്ക് അതൊന്ന് നോക്കാം. പീരിയോഡിക് ടേബിളിൽ ഈ 4 കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ഇനി എക്സ്ട്രാ പോയിന്റ്സ് എല്ലാം കിട്ടോ, നമുക്കൊന്ന് പരിശോധിക്കാം. ആരോ റെഡി? ഓക്കെ. അപ്പോ ഹൈഡ്രജൻ അഥവാ H അറ്റോമിക് നമ്പർ 1 ആണ്. നമ്മൾ പറഞ്ഞു മൂലക പട്ടികയിൽ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് ആണ് ഏത് വരുന്നത്? ഹൈഡ്രജൻ വരുന്നത്. അപ്പൊ നമ്പർ 1 ആരെടുത്തോണ്ട് പോയി? H കൊണ്ടുപോയി. അത് കഴിഞ്ഞ സീരീസ് നോക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സീരീസിൽ സി എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ അനുസരിച്ച് 6ാമത്തേതാണ്. അത് കഴിഞ്ഞാൽ അടുത്ത നൈട്രജന്റെ സ്ഥാനം അഥവാ എന്നിന്റെ സ്ഥാനം എപ്പോഴാണ്? അറ്റോമിക് നമ്പർ അനുസരിച്ചാണെങ്കിൽ 7ാമതാണ്. ഓക്സിജൻ നോക്കിയാലോ അറ്റോമിക് നമ്പർ 8 ആണ്. ഇത് എഴുതി വെച്ചോ മക്കളെ. HCNO എന്ന് പറയുന്നതിന്റെ സീരീസ് 1678, HCNO 1678 എന്ന കോഡങ്ങ് പഠിച്ചു വെച്ചാൽ ഈ 4 മൂലകങ്ങളുടെ അറ്റോമിക് നമ്പർ ചോദിച്ചാലും മാറിപ്പോകത്തില്ല. അറ്റോമിക് സംഖ്യ തന്നിട്ട് മൂലകം കണ്ടുപിടിക്കാനോ പറഞ്ഞാലും തെറ്റിപ്പോകത്തില്ല. അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? അറ്റോമിക് സംഖ്യ 8 ആയ മൂലകം ഏത് അഥവാ മൂലകമാണ്? ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇവിടെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഈ കോഡ് ഓർമ്മിച്ച് വെച്ചാല് ഓക്സിജൻ ആണ് 8ാമത് വരുന്നത്. ഓക്സിജൻ 8 ആണ്. ഓക്സിജൻ 8ന്റെ പണി തരും. എന്ന് വെച്ചാൽ ഓക്സിജൻ മനുഷ്യന് മരിച്ചു പോകും. അപ്പൊ ഓക്സിജൻ ഇല്ലാണ്ടായാൽ 8ന്റെ പണി കിട്ടും. എന്ന് വെച്ചാൽ ആള് തട്ടിപ്പോവും. അപ്പൊ 8ന്റെ പണിയും ഓക്സിജനും മറന്നു പോരുത്. ഓക്കെ മക്കളെ, എക്സ്ട്രാ പോയിന്റുകൾ ഞാൻ വിശദീകരിക്കാം. ഇതിലുമുണ്ട് കുറച്ച് എക്സ്ട്രാ പോയിന്റ് എനിക്ക് പറയാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു കുറെ കാര്യങ്ങൾ, എങ്കിലും ഇതിലെല്ലാത്തിലും പുറമെ നിൽക്കുന്ന കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സിദ്ധാന്തപരമായ അല്ലെങ്കിൽ അതിന്റെ ഒരു റീസണബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞുതരാം. അറ്റോമിക് നമ്പർ എന്നത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണം. അതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചു. എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം അനുസരിച്ച്, അല്ലേ? മനസ്സിലാണ്ടോ? പിന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഓക്സിജൻ. ഹൈഡ്രജൻ എന്നുള്ളത് മൊത്തത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ. എന്നാൽ വാതകം ചോദിച്ചാൽ നൈട്രജൻ നമ്മൾ പറയേണ്ടി വരും. ഇന്നത്തെ ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഇനി ഞാൻ പറഞ്ഞത് മിസ്റ്റേക്ക് ഇല്ല, ഇനി മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലോ ഡിസ്കഷന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് എല്ലാവർക്കും കാണുന്ന രീതിയിൽ കമന്റ് ആയിട്ട് തന്നെ അത് രേഖപ്പെടുത്തുക. ഇത്തരത്തിൽ ഓരോ ചോദ്യത്തെയും വിശകലനം ചെയ്ത് പഠിച്ചാൽ മത്സര പരീക്ഷ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇന്ന് പഠിച്ച പോയിന്റ്സുമായി നിങ്ങൾ ഇനി എഴുതുന്ന ജീവിതത്തിൽ ഏതൊരു പരീക്ഷയ്ക്കും 100% വിജയം സമ്മാനിക്കട്ടെ എന്ന ആശംസയോടുകൂടി നിങ്ങളുടെ സ്വന്തം വിമൽ. See you.